ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഭിന്നസംഖ്യയുടെ ക്രിയകൾ എടുക്കുമ്പോൾ ചില കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടില്ല. ക്ലാസ്സിൽ വന്ന കുട്ടികൾക്ക് നല്ലോണം ഓർമ്മിക്കാനും ക്ലാസ്സിൽ വരാത്ത കുട്ടികൾക്ക് പഠിക്കാനും വേണ്ടിയാണ് നമ്മുടെ 30-ാം തീയതിയുള്ള നവോദയ പരീക്ഷയ്ക്ക് 2 ചോദ്യം ഈ ഭാഗത്ത് നിന്നുണ്ടാവും. ഭിന്നസംഖ്യകൾ ഉൾപ്പെടുന്ന ക്രിയകൾ, ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓഫ് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യയുടെ ചതുഷ്ക്രിയകൾ. സാധാരണ സംഖ്യയുടെ ലോകവും ഭിന്നസംഖ്യയുടെ ലോകവും രണ്ടും രണ്ടാണ്. അപ്പോൾ 3/2 കൂട്ടണം 1/4. സാധാരണ സംഖ്യയുടെ ലോകമാണെങ്കിൽ 3ഉം 1ഉം കൂട്ടി 4, 2ഉം 4ഉം കൂട്ടി 6. ഇത് സാധാരണ സംഖ്യയുടെ ലോകമാണ്. ഇത് തെറ്റാണ്. ഭിന്നസംഖ്യയുടെ ലോകം തികച്ചും വ്യത്യസ്തമാണ്. ഭിന്നസംഖ്യയുടെ ലോകത്തിൽ എങ്ങനെ കൂട്ടണം, എങ്ങനെ കുറയ്ക്കണം, എങ്ങനെ ഗുണിക്കണം, എങ്ങനെ ഹരിക്കണം, അതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. നല്ലോണം വൃത്തിയായി നോക്കി മനസ്സിലാക്കണം. വന്ന കുട്ടികൾക്ക് റിവിഷൻ പോലെ ഈ ക്ലാസ് കണക്കാക്കാം. വരാത്ത കുട്ടികൾ കൃത്യമായിട്ട് അത് ഓർക്കണം, നല്ലോണം ഓർക്കണം. 2 ചോദ്യം എന്ന് പറഞ്ഞാൽ 2ഉം 2.5 മാർക്കാണ് കിട്ടുക. ഒരു ചോദ്യത്തിന് 1.25 മാർക്കാണ് കിട്ടുക. വളരെ നന്നായി ഈ കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1/2 കൂട്ടണം 3/4. ഇപ്പോൾ ഒരു അംശവും ഒരു ഛേദവും, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം മക്കളെ, ഭിന്നസംഖ്യയുടെ ലോകത്തിൽ കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും ഛേദം കിട്ടാൻ 4ഉം 2ഉം ഗുണിക്കണം. കൂട്ടലാണെങ്കിലും കുറയ്ക്കലാണെങ്കിലും ഗുണിക്കലാണെങ്കിലും ഛേദത്തിന്റെ ഉത്തരം കിട്ടാൻ ഛേദങ്ങൾ തമ്മിൽ ഡിനോമിനേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഇനി 1നെ 4 കൊണ്ട് ഗുണിക്കുക. 1 4 4 കൂട്ടണം 3 2 6, 6ഉം 4ഉം 10, 10/8 ഉത്തരം. ഒരു കാരണവശാലും 1ഉം 3ഉം കൂട്ടി 4 എഴുതരുത്, 2ഉം 4ഉം കൂട്ടി 6 എഴുതരുത്. മനസ്സിലായില്ലേ? വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. 8/5 കൂട്ടണം 3/2. ഞാൻ പറഞ്ഞു ഛേദത്തിന്റെ ഉത്തരം കിട്ടാൻ ഇത് തമ്മിൽ ഗുണിക്കുക തന്നെ വേണം. 5 2 10. അംശത്തിന്റെ ഉത്തരം കിട്ടാൻ 8 2 16 കൂട്ടണം 3 5 15. 15ഉം 16ഉം കൂട്ടിയാൽ നമ്മൾക്ക് 31 കിട്ടും. 31/10 ഉത്തരം. ഈ കാര്യം ഒന്ന് ഓർത്താൽ മാത്രം മതി. ക്രിയകൾ ലളിതമാണ്. ഓക്കെ, ഒരു കൂട്ടലും കൂടി കാണിച്ചു തരാം. 8/4 കൂട്ടണം 1/5. 8/4 കൂട്ടണം 1/5. നിങ്ങളിത് മനസ്സിൽ വിചാരിച്ചു നോക്കി, ഏതായിരിക്കും ഉത്തരത്തിന്റെ ഛേദം? ഏതായിരിക്കും? 4 × 5 20 ആയിരിക്കും ഉത്തരത്തിന്റെ ഛേദം. അപ്പോൾ ഉത്തരത്തിന്റെ പകുതി കിട്ടി. സ്കൂളിലെ പരീക്ഷയ്ക്ക് പകുതി മാർക്ക് കിട്ടും. നമ്മുടെ പരീക്ഷയ്ക്ക് അത് കിട്ടും കേട്ടോ. ശരിയ ഉത്തരത്തിനെ മാർക്ക് കിട്ടുള്ളൂ. സ്കൂളിലെ പരീക്ഷയ്ക്കാണെങ്കിൽ 20 എഴുതിയാൽ പകുതി മാർക്കിന് ഉത്തരമായി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി 8 5 40 കൂട്ടണം 1 4 4. 40ഉം 4ഉം 44. 44/20. ഓക്കെ, ഇനി ഈ കൂട്ടണം എന്ന ക്രിയ കുറയ്ക്കണം എന്നായി എന്ന് വിചാരിക്കുക. 8/4 കുറയ്ക്കണം 1/5 ആണെന്ന് വിചാരിക്കുക. 8/4 കുറയ്ക്കണം 1/5. ഒരു കുഴപ്പമില്ല മക്കളെ. അടിയുള്ള ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 × 5 20 ആണ്. 8 5 40. ഇനി കുറയ്ക്കണം ഇടണം എന്ന് മാത്രം. 1 4 4. 40ൽ നിന്ന് 4 കുറയ്ക്കുക 36.
ബൈ 20. അപ്പോൾ കൂട്ടാൻ പഠിച്ച ഒരു കുട്ടിക്ക് കുറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ കൂട്ടണം എന്ന് വന്നു, ഇവിടെ കുറയ്ക്കണം എന്ന് വന്നു എന്ന ഒറ്റ വ്യത്യാസം. രണ്ടെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം, നല്ലോണം നോക്കുക. 3/4 കുറയ്ക്കണം 1/2. ഛേദത്തിനോദം ഞാൻ പറഞ്ഞു, 4 2 8. 3 2 6 കുറയ്ക്കണം. നേരത്തെ നമ്മൾ കൂട്ടണം എന്നിട്ടു, ഇപ്പോൾ കുറയ്ക്കണം എന്ന് വന്നു. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഒരു 4 4. 6ൽ നിന്ന് 4 കുറച്ചാൽ 2, 2/8 ഉത്തരം. ഇപ്പൊ കൂട്ടാൻ പഠിച്ചവർക്ക് കുറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. 6/5 കുറയ്ക്കണം 8/10. 6/5 നിന്നും 8/10 കുറയ്ക്കണം. ഉത്തരം ഒരു സംശയമില്ല, ഛേദം 5 × 10 50. ഒരിക്കലും മാറരുത്. ഏത് ഭിന്നസംഖ്യാ ക്രിയയ്ക്കും ഛേദം ഗുണിക്കുകയാണ് വേണ്ടത്. ഇനി അംശം 6 10 60 കുറയ്ക്കണം 8 5 40. 60ൽ 40 എഴുതി കുറച്ച് നോക്കണം. 20 20/50. ഇപ്പൊ കുറയ്ക്കലും കൂട്ടലും നല്ലോണം മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഗുണിക്കലിനും ഹരിക്കലിലേക്കും പോകാം. 6/5 ഗുണിക്കണം 3/4. ഞാൻ പറഞ്ഞത് ഓർക്കണം, ഏത് ക്രിയ വന്നാലും ഛേദം കിട്ടാൻ ഗുണിക്കണം. 20. കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഏത് വന്നാലും ഛേദം തമ്മിൽ ഗുണിക്കണം. ഇവിടെ ഗുണിക്കേണ്ട കണക്ക് വന്നാൽ മക്കളെ എളുപ്പമുണ്ട്. ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. 6 3 18. അപ്പോൾ ഭിന്നസംഖ്യാക്രിയയിൽ ഏറ്റവും എളുപ്പമുള്ളത് ഗുണനമാണ്. ഛേദവും ഛേദവും ഗുണിക്കണം, അംശവും അംശവും ഗുണിക്കണം. വേറെ ഒന്നുകൂടി നമുക്ക് നോക്കാം. 1/2 ഗുണിക്കണം 3/4 എത്രയായിരിക്കും? 4 2 8. അത് നമ്മൾ ആദ്യം എഴുതും. 1 3 3. എളുപ്പമല്ലേ? ഗുണനം വളരെ എളുപ്പമല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും നല്ലോണം അറിയാം. ക്ലാസ്സിൽ വന്നവർക്ക് വളരെ നല്ലോണം അറിയാം. അല്ലാത്തവർക്ക് മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഹരണത്തിലേക്ക് പോകാം. ഹരണത്തിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഹരണം എന്ന ക്രിയയിലേക്ക് പോകാം. 3/4 ഹരണം 1/2. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയോട് ഹരിക്കേണ്ടി വരുമ്പോൾ നേരിട്ട് ഒരിക്കലും നമ്മൾക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വന്നാൽ ഒരിക്കലും നേരിട്ട് ഹരണം അസാധ്യമാണ്, ഹരിക്കാൻ പറ്റില്ല. അതിനൊരു മാർഗം, രണ്ടാമത്തെ ഭിന്നസംഖ്യ 1/2 അതിൻ്റെ അംശവും ഛേദവും പരസ്പരം മാറ്റണം, എന്നിട്ട് ഗുണിക്കണം. അപ്പോൾ 3/4 ഗുണനം 2/1. ഇങ്ങനെ അംശവും ഛേദവും പരസ്പരം മാറ്റിയാൽ, ഒരു ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും പരസ്പരം മാറ്റിയാൽ അതിന് മലയാളം മീഡിയക്കാർ പറയുക വ്യുൽക്രമം. ഇംഗ്ലീഷ് മീഡിയക്കാർ അതിന് പറയാ റെസിപ്രോക്കൽ. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയോട് ഹരിക്കേണ്ടി വരുമ്പോൾ നേരിട്ട് ഹരിക്കാൻ പറ്റില്ല. അതിനൊരു നിയമമുണ്ട്. ആ നിയമം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യയെ ഗുണിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3/4 ഹരണം 1/2 സമം 3/4 ഗുണനം 1/2. 1 4 4 3 2 6. എന്നിട്ട് ഇവിടെ ഉത്തരം എഴുതണം 6/4. ചെറിയൊരു കാര്യം ഓർക്കുന്നു. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയോട് ഹരിക്കേണ്ടി വന്നാൽ ഹരിക്കേണ്ട ഭിന്നസംഖ്യയുടെ തല തിരിച്ചിട്ടിട്ട് അംശവും ഛേദവും പരസ്പരം മാറ്റിയിട്ട് ഗുണിക്കുക. ഉത്തരം കിട്ടുമ്പോൾ അവിടെ കൊണ്ട് എഴുതുക. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. 7/5 ഹരണം 10/4 സമം. ഉത്തരം എഴുതാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എഴുതണം 7/5 ഗുണനം
4/10. 10നെയും 4നെയും തല തിരിച്ചിട്ടു. 7 4 28. 5 10 50. ഉത്തരായി സമം 28/50. അപ്പോൾ 4 ക്രിയകളും എല്ലാവർക്കും വ്യക്തമായി. നിങ്ങൾ മിക്കവാറും ആളുകളൊക്കെ LSS പരീക്ഷയ്ക്ക് എഴുതിയവരായിരിക്കും. ഇത് വളരെ നല്ലോണം അറിഞ്ഞവരായിരിക്കും. ഓക്കെ, നമുക്കിനി 5 ചോദ്യം ഞാൻ തരാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം ഞാൻ ഇപ്പോൾ ഇട്ട് ചെയ്തു തരാം. ബാക്കി 5 നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. നാളെ ഒരു കുട്ടിയും ക്ലാസ്സിൽ ആബ്സെൻ്റ് ആവാൻ പാടില്ല. നാളെ സ്കൂളിൽ ക്ലാസ് ഇല്ല. നമ്മുടെ നവോദയയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു കുട്ടിയും 30-ാം തീയതി നമ്മുടെ പരീക്ഷയാണ്. 31-ാം തീയതി പേരൻസിൻ്റെ മീറ്റിംഗ് ആണ്. പേരൻസിൻ്റെ മീറ്റിങ്ങിൽ പേപ്പർ കൊടുത്ത് സമ്മാനമൊക്കെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു കുട്ടിയും ഒരു കാരണവശാലും നാളെ ആബ്സെൻ്റ് ആവാൻ പാടില്ല. അത് നല്ലോണം ആലോചിക്കണം. പേരൻസിന് വേണ്ടി ഒരു മെസ്സേജ് ഞാൻ ഇതിന് ശേഷം വിടുന്നുണ്ട്. മക്കളെ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു കാരണവശാലും ഏത് ചെറിയൊരു അസുഖം ഉണ്ടെങ്കിലും നാളെ ക്ലാസ്സിൽ വരാതിരിക്കരുത്. ഇതിനനുസരിച്ചാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഉദാഹരണം ഞാൻ ചെയ്തു തരാം. 5 ചോദ്യം തരും. 5 നിങ്ങൾ ചെയ്തു കൊണ്ടുവരാം. ഓക്കെ മക്കളെ, ഒരെണ്ണം ഞാൻ ചെയ്തു തരാം. 2 ഭിന്നസംഖ്യ ഞാൻ തന്നു. 3/2 1/5. ഇത് തമ്മിലുള്ള 4 ക്രിയകൾ നിങ്ങൾ ചെയ്യണം. ആദ്യം കൂട്ടണം, പിന്നെ കുറയ്ക്കണം, പിന്നെ ഗുണിക്കണം, പിന്നെ ഹരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 3/2 1/5 ഒന്ന് കൂട്ടി നോക്കാം. 3/2 കൂട്ടണം 1/5 സമം 2 5 10. 3 5 15. 1 2 2. 17/10. അപ്പോൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു. ഇത് നമ്മൾ ഗുണിക്കണം, ഇനി കുറയ്ക്കണം. കുറയ്ക്കാം. 3/2 കുറയ്ക്കണം 1/5 സമം 2 5 10. 3 5 15 മൈനസ് 1 2 2 13/10. അപ്പോൾ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞു, 2 സംഖ്യകൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാം. 3/2 ഗുണിക്കണം 1/5 സമം 2 5 10. 3 3 ഗുണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹരിക്കാം. 3/2 ഹരണം 1/5 സമം 3/5 ഗുണനം 5/1. 1 5 5 3 5 15. ഇപ്പം എല്ലാ ക്രിയകളും മനസ്സിലായില്ലേ? ഇനി ഞാൻ തരുന്ന 5 കണക്കുകൾ ഇതേപോലെ 4 ക്രിയകളും ചെയ്യണം. എല്ലാവരും നാളെ എന്നെ കൊണ്ട് കാണിക്കണം.